ഹായ് ഹലോ സീനിയ വ്ളോഗ്സ് എന്ന ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കരിക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല വേനൽക്കാലമൊക്കെയാണ്, അതുപോലെ തന്നെ നല്ല ചൂടാണ്, പെരും ചൂടാണ്. ഞങ്ങൾക്കിവിടെ അത്യാവശ്യം മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പാണ്. പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടല്ലേ. ഉച്ച കഴിഞ്ഞ് മഴയും അത് കഴിഞ്ഞാൽ രാത്രിയിലും പകലൊക്കെ നല്ല വെയിലും നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയല്ലേ. അപ്പോൾ എത്ര വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ക്ഷീണമൊന്നും മാറാനൊന്നും ആ ഒരു വെള്ളമൊന്നും ശരീരത്തിൽ എവിടെ എത്താത്തൊരവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് 2 കരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ജ്യൂസും ഷേക്കും തന്നെ ആയതുകൊണ്ട് കുട്ടികൾ പറഞ്ഞു ഇത്തവണ ഒന്ന് കുൾഫി ഉണ്ടാക്കി തരുമോ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കരിക്കിൻ്റെ പൾപ്പും വെള്ളവും ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കട്ടപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാലായാൽ മതി, ഇനി കാച്ചി തണുപ്പിച്ച പാലായാലും കുഴപ്പമില്ല, കട്ടപ്പാലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടപ്പാലുള്ളത് കൊണ്ട് ഞാൻ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതിൻ്റെ കൂടെ ഒരു 3-4 ഏലക്കായുടെ വിത്തും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൾപ്പൊക്കെ നന്നായി അരയുന്ന വിധത്തിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മുടെ കുൾഫി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ നല്ല കുൾഫി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണേ. ജ്യൂസൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ കഴിച്ചോളും. പിന്നെ കരിക്കല്ല നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും ചൂടും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് വേറൊരു പുത്ര റെസിപ്പിയും കൂടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടലയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ കറിക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇന്നലെ രാത്രിയിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നന്നായി കുതിർന്ന കടല ഞാനൊന്ന് കഴുകി വാരി ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു 4-5 വിസിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇനി എല്ലാ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ കടലയൊക്കെ ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും തക്കാളിയും 2 പച്ചമുളകും, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും അതിൻ്റെ കൂടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാല പുരണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഉള്ളിയുടെയും അതുപോലെ നമ്മുടെ തക്കാളിയുടെയും അളവ് കൂട്ടിയെടുക്കുക കേട്ടോ. ഇവിടെ ഞാൻ അധികം മസാല വേണ്ടാത്തത് കൊണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഓരോന്ന് വീതം എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുക്കറിൽ വെക്കുകയാണെങ്കിലും ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ മണ്ണടുപ്പിലാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ മൺചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചമുളകും സവോളയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി. അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ ചേർക്കുന്നവർക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ സ്പൈസസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടെ ചേർത്ത് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും മണ്ണ് അടുപ്പിൽ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് അത് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുള്ള കടലയിലേക്ക് ഇനി നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ളത് ഒരു സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉള്ളവർക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സവാള ചെറുതായി കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ ചെറിയ ചീനച്ചട്ടി ഒന്നും എടുക്കാതെ കുറച്ച് വിസ്താരമുള്ള ഒരു വലിയ ചീനച്ചട്ടി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സവോള മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ കറിവേപ്പില എത്ര ചേർത്താലും നല്ല രുചിയാണ് കേട്ടോ.
അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിലുള്ള ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടല ഫ്രൈ റെഡി ആയിട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ വൈകുന്നേരത്തെ ചായക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ കപ്പലണ്ടി ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണേ. നന്നായി വൃത്തിയാക്കി മണ്ണും ചെളിയും നാരും ഒക്കെ കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി ഞാനൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കല്ലാതെ വറുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളവും അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പലണ്ടി ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫാമിലി മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന നാടൻ വിഭവങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോസ് കണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കും ഒക്കെ പ്രതീക്ഷിക്കുന്നു.